ഇലക്ഷൻ കമ്മീഷൻ അയച്ച ഒഫീഷ്യൽ ലെറ്ററിൽ BJPയുടെ സീൽ. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ടേക്ക് ഡൗൺ ചെയ്തേക്കാം. ഈ ലെറ്റർ വൈറലായതിനു ശേഷം റിപ്പോർട്ട് ചെയ്ത പോസ്റ്റുകളും വീഡിയോകളും ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ഷന് വെറും 2 ആഴ്ച നിലനിൽക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അയച്ചു കൊടുത്തതാണ് ഈ ലെറ്റർ. എന്നാൽ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ഒരു സീൽ BJPയുടേതാണ്. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അയച്ച ലെറ്ററിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സീൽ വരുന്നത്? ഇതാണ് കോൺഗ്രസും CPM പോലുള്ള പാർട്ടികൾ ചോദിക്കുന്നത്. ഓൾറെഡി BJP ഇലക്ഷൻ കമ്മീഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന അലിഗേഷൻ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും ഓപ്പോസിഷൻ പാർട്ടികളും വോട്ട് ചോരി ആരോപിക്കുമ്പോഴാണ് അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവം. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇത് ജസ്റ്റിഫൈ ചെയ്തത് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ്. BJP കേരള യൂണിറ്റ് 2019 മാർഗനിർദ്ദേശങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് CEO ഓഫീസിനെ സമീപിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് BJP അതിനോടൊപ്പം 2019 റൂളിന്റെ ഒരു കോപ്പി വെച്ചിരുന്നു. ആ സ്പെസിഫിക് കോപ്പിയിൽ BJPയുടെ സീൽ ഉണ്ടായിരുന്നു. ഈ ക്ലാരിഫിക്കേഷന്റെ കോപ്പിയാണ് മറ്റു പാർട്ടികൾക്കും ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുത്തത്. പക്ഷേ അവർ ആ പകർപ്പിലെ BJPയുടെ സീൽ നോട്ടീസ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ലെറ്റർ സ്പോട്ട് ചെയ്ത ഉടൻ തന്നെ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണക്കാരനായ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആ സീൽ നോട്ടീസ് ചെയ്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ BJP സബ്മിറ്റ് ചെയ്ത റൂളിന്റെ കോപ്പി മറ്റു പാർട്ടികൾക്ക് ഫോർവേഡ് അയക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായി ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയില്ലേ? അവർക്ക് എന്തുകൊണ്ട് അവരുടെ സ്വന്തം കോപ്പി ഫോർവേഡ് ചെയ്തുകൂടെ? ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി അയച്ച ഡോക്യുമെന്റ് എടുത്ത് പല പാർട്ടികൾക്കും അയച്ചു കൊടുക്കണം? പ്രതിപക്ഷം പറയുന്നത് പോലെ ഈ വിശദീകരണം ശരിയല്ലെങ്കിൽ സത്യം എന്താണ്? ഇത് എങ്ങനെ സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ എങ്ങനെ വന്നു? ഈ സംഭവം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് BJP ഇതിനെ ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കുന്നത്? ഇത് ശരിക്കും ഒരു ക്ലറിക്കൽ എറർ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ജേർണലിസ്റ്റുകളെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്? സൈബർ പോലീസ് എന്തിനാണ് മീഡിയ ഔട്ട്ലെറ്റുകളോടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോടും ഈ ഡോക്യുമെന്റ് പ്രചരിപ്പിക്കുന്നത് നിർത്താനും ഉടൻ നീക്കം ചെയ്യാനും നിർദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഏറ്റവും അടിസ്ഥാന ജനാധിപത്യ അവകാശമായ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന സംവിധാനത്തിന്റെ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ച സംശയമാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കണം.